Once again, welcome to my YouTube channel. This is Alvin Roy. ഇവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് ആക്ച്വലി നമ്മുടെ വേൾഡ് വൈഡ് മില്യൺസ് ഓഫ് ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. എസ്പെഷ്യലി റീസെൻറ്റ് ഇയേഴ്സ് ആയിട്ട് ഈ വർക്ക് പ്രഷർ ഭയങ്കരമായിട്ട് സ്കൈ റോക്കറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. ഞാൻ NCC സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വി ഹാവ് ബീൻ പുട്ട് ത്രൂ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രഷേഴ്സ്. ലൈക്ക് ടൈം ക്രിട്ടിക്കൽ ടാസ്ക് തരിക, നമുക്ക് ലിമിറ്റഡ് ടൈമിൽ ഇത്ര ടാസ്കുകൾ ചെയ്യുക, പിന്നെ റിസോഴ്സസ് കുറവാണെങ്കിലും ആ ടാസ്കിനെ എങ്ങനെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ള കാര്യം. പ്രഷർ നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കാം, പക്ഷേ അത് നമ്മളെ ടോർച്ചർ ചെയ്യണമെന്നോ നമ്മളെ വോൺ ഔട്ട് ചെയ്യണമെന്നോ അല്ല. വി ക്യാൻ ഈസിലി മാസ്റ്റർ ദോസ് ഹൗ ടു ഹാൻഡിൽ പ്രഷർ. So, as a civilian, we all can adopt some of the principles which are followed by the defense or the army people. World Health Organization report നമ്മൾ basically നമ്മൾ refer ചെയ്താൽ we can see that almost 7 lakh people suicide each year globally, and അത് റിലേറ്റ് ചെയ്യുന്നത് വർക്ക് പ്രഷർ ബേൺ ഔട്ട് കാരണമാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്, ത്രൂ വിച്ച് വി ക്യാൻ ബ്രേക്ക് എനി കൈൻഡ് ഓഫ് സ്ട്രെസ് പ്രഷർ വിത്തിൻ അസ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രേക്കിംഗ് ഡൗൺ യുവർ വർക്ക്. ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്താണെങ്കിലും എന്താണെങ്കിലും ഒരു കാര്യം നമ്മളെ ഒരു ടാസ്ക് നമുക്ക് ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഒറ്റയടിക്ക് ഫിനിഷ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി ഞങ്ങൾ ചിന്തിക്കത്തില്ല. എപ്പോഴും വി പ്ലാൻ ടു ബ്രേക്ക് ഡൗൺ ദ ടാസ്ക് ഇൻ ടു സിമ്പിൾ മാനേജബിൾ ടാസ്ക്. നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക, ആദ്യം ചെയ്യേണ്ട വർക്ക് എന്താണ്, കുറച്ച് ലാബ്സ് ആണെങ്കിലും ഫൈനലിലേക്ക് ചെയ്താൽ തീരാൻ പറ്റുന്ന ഏതാണ്, അങ്ങനെ കൃത്യമായിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ടാക്കുക. ഏതൊരു ടാസ്കിനെയോ അല്ലെങ്കിൽ എന്തൊരു ഗോളിനെയോ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചാൽ ഒറ്റയടിക്ക് നിങ്ങൾ ഇത് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് മെൻ്റൽ പ്രഷർ ഉണ്ടാവുന്നതല്ലാതെ റിസൾട്ട്സിലേക്ക് എത്താൻ നിങ്ങൾ ഒത്തിരി ബേൺ ഔട്ട് ഫീൽ ആവും. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ പ്രോപ്പർ പ്ലാൻ ടു അച്ചീവ് എ ടാസ്ക് ഓർ എ ഗോൾ വിച്ച് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ആണ് ഡിസിപ്ലിൻ ആൻഡ് റുട്ടീൻ. നമ്മൾ റുട്ടീനും നല്ല രീതിക്ക് റുട്ടീനും ഡിസിപ്ലിനും ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ പ്രൊക്കാസ്റ്റിനേഷൻ ഉണ്ടാക്കുന്ന ആ ഒരു ഫീലിംഗ് ഭയങ്കര ഡൗൺ ആയി പോകും. അതേസമയത്ത് നമുക്ക് ഡിസിപ്ലിൻ ഇല്ല, റുട്ടീൻ ഇല്ലാതെ നമ്മൾ പോവുകയാണെങ്കിലുള്ള പ്രശ്നം നമുക്ക് ഇതിപ്പോൾ ചെയ്യേണ്ട, നാളെ ചെയ്യാം, അങ്ങനെ നമ്മൾ പതുക്കെ അത് മുന്നോട്ട് നീക്കി വെച്ച് നമ്മൾ പോലും അറിയാതെ ഡെഡ് ലൈനോട് തൊട്ടടുക്കുമ്പോൾ നമ്മൾ വെപ്രാളത്തിലെല്ലാം കൂടെ ചെയ്യും. അവസാനം നമുക്ക് ചെയ്യാൻ പറ്റാതാവും, നമുക്ക് റിഗ്രറ്റ് ഫീലിംഗ് ആവും. അങ്ങനെ കൈൻഡ് ഓഫ് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് ഇമോഷണൽ സ്ട്രെസ് ഫീൽ ചെയ്യും. ഹോപ്പ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ട്, കാരണം ഇതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ടീം വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആക്ച്വലി വെൻ ഇറ്റ് കംസ് ടു അവർ ഓർഗനൈസേഷനിലാണെങ്കിലും ഡിഫൻസ് ഫോഴ്സസിലാണെങ്കിലും ഞങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ടൊരു ചെയിൻ ഓഫ് ഓർഡർ ഉണ്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ. സോ നമ്മളെ ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യാൻ പഠിപ്പിക്കും, ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം വി ആർ പ്രിപ്പയർഡ് ടു വർക്ക് ആസ് എ ടീം. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടാസ്ക് തന്ന ആസ് എ ടീം എങ്ങനെ വർക്ക് ചെയ്യാം, ബിക്കോസ് ഇഫ് യു വർക്ക് ആസ് എ ടീം വി ക്യാൻ ഡു എനിത്തിങ് ടു അച്ചീവ് അവർ ടാസ്ക്. സോ ഈ ഒരു സിസ്റ്റം നമുക്കും നമ്മുടെ സിവിലിയൻ ലൈഫിൽ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കാതെ ആക്ച്വലി യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഔട്ട് ടു പീപ്പിൾസ്. ലൈക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു ഈഗോ ഉണ്ട്, ഞാനിപ്പം അവരോട് ചോദിച്ചാൽ എനിക്ക് എന്ത് പറ്റും, ഇല്ലെങ്കിൽ എൻ്റെ ഇമേജ് ഡൗൺ ആവുമോ, അങ്ങനെ ഒരു ഇമോഷണൽ ഈഗോ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നറിയോ, നമുക്ക് ഓട്ടോമാറ്റിക്കലി ചോദിക്കാതെ ആ കൺഫ്യൂഷൻ അകത്ത് വെച്ച് ബിൽഡ് ചെയ്ത് നമുക്ക് ടാസ്ക് ചെയ്യാൻ പറ്റത്തില്ല പ്രോപ്പർ ടൈമിൽ. കൺഫ്യൂഷൻസ് ചിലപ്പം തീരണമെന്നില്ല, ചില സിറ്റുവേഷൻസിൽ ആ കൺഫ്യൂഷൻ അങ്ങ് തീരും. നമ്മൾ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടും ആൻഡ് ഇറ്റ്സ് ഓവർ. ബട്ട് ഓൺ ദി അതർ സൈഡ് ചില സമയത്ത് നമുക്കത് തീരാതാവുമ്പോഴത്തേക്ക് ഒത്തിരി നമുക്ക് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആവും. സോ ഗോ ഹെഡ്, ക്ലിയർ യുവർ ഡൗട്ട്സ്, കമ്മ്യൂണിക്കേഷൻ ഒത്തിരി ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിൽ ഈഗോ വെക്കാതിരിക്കുക. ഇറ്റ്സ് യുവർ ഡേ, ഇറ്റ്സ് യുവർ ടാസ്ക്, സോ യു ഹാവ് ടു ഡു ഇറ്റ് അറ്റ് എനി കോസ്റ്റ്. അതായത് നിങ്ങൾ എന്തിനെങ്കിലും പറ്റിയ ഒരു മുൻധാരണയോടെ പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ബ്രേക്ക് ആവുന്ന സമയത്ത് ഒത്തിരി വിഷമം ഉണ്ടാവും. ആ ഒരു വിഷമം നിങ്ങളെ ഇമോഷണലി ഡൗൺ ചെയ്യും. ആ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല ടാസ്ക് സ്മൂത്ത്ലി പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരിക്കലും നിങ്ങൾ അപ്പം ചിലവർ ഇതിനകത്ത് പറയും അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് ആറ്റിറ്റ്യൂഡ് അത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. പക്ഷെ ഞാൻ പറയുന്നത് മുൻധാരണയോടെ ഒരു കാര്യത്തിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യരുത്. കാരണം അപ്പം നിങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി, അപ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ഡൗൺ ആയി പോകുന്ന രീതി ആവരുത്. യു ഹാവ് ടു ബി കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ സെൽഫ് ഡൗട്ട് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ആ സെൽഫ് ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ പണി തീർന്നെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒരിക്കലും സെൽഫ് ഡൗട്ട് വെച്ച് നിങ്ങൾക്ക് ഒരു കാര്യം 100% എഫിഷ്യൻ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ആസ് എ ലാസ്റ്റ് പോയിന്റ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു ഗീവ്, എത്ര ഹെക്റ്റിക് ഷെഡ്യൂൾ ആണെങ്കിലും യു ഹാവ് ടു ഗീവ് യുവർ സെൽഫ് എ ലിറ്റിൽ ടൈം. ഒരിക്കലും പ്രൊഫഷണൽ ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും കൂടെ മിക്സ് ചെയ്യരുത്. യു ഹാവ് ടു കീപ് ഇറ്റ് ബോത്ത് സെപ്പറേറ്റ്ലി.
കാരണം നിങ്ങൾ പ്രൊഫഷണലും വർക്ക് ലൈഫും കൂടെ ഒരുമിപ്പിച്ചാൽ അത് നിങ്ങളുടെ എൻറ്റയർ ഒരു ഫ്ലോ ഓഫ് ലൈഫിനെ നിങ്ങൾക്ക് അത് നശിപ്പിക്കും ഗ്രാജുവലി. സോ എപ്പോഴും ഫൈൻഡ് സം ടൈം ഫോർ യുവർ സെൽഫ് ഓർ ഫോർ യുവർ എൻ്റർടൈൻമെൻറ്റ്. നിങ്ങൾക്ക് മൂവി കാണാൻ ആഗ്രഹമുണ്ടോ? ഗോ വാച്ച് എ മൂവി. എന്തെങ്കിലും ഒരു പേഴ്സണൽ ഹോബീസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പെർസ്യൂ ദാറ്റ്. സോ ഐ എം കൺക്ലൂഡിങ് ദിസ് വീഡിയോ. ഇത് ലൈഫ് ഒന്നേ ഉള്ളൂ. യു ഹാവ് ഓൺലി വൺ ലൈഫ് വിത്ത് യു. ഈ ലൈഫിൽ തന്നെയാണ് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടത്. സോ എക്സ്ട്രീം സ്ട്രെസ് എടുത്ത് നിങ്ങളുടെ ലൈഫിനെ ചീത്തയാക്കാതെ ആ പ്രോബ്ലത്തിനോ എന്ത് പ്രോബ്ലത്തിനാണോ ആ സ്ട്രെസ് ഉണ്ടാകുന്നത് ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക. ആ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ടൈം എടുത്തോട്ടെ. എന്നാലും നിങ്ങൾക്ക് വൺസ് അത് ക്ലിയർ ആക്കിയാൽ ഇല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചാൽ ഓൾമോസ്റ്റ് 50% ഓഫ് ദ പ്രോബ്ലംസ് അവിടെ കഴിഞ്ഞു. ആൻഡ് അറ്റ് ദ ലാസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയാൻ മറന്നുപോയി. നിങ്ങൾ എപ്പോഴും ഇത് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എൽഡർലി പീപ്പിൾ ആണെങ്കിലും ആർക്കാണെങ്കിലും എനിക്ക് ഫ്രാങ്കായിട്ട് പറയാനുള്ളൊരു ആഗ്രഹം, ബി ഇൻ എ ഗുഡ് കമ്പനി. സോ യു ഷുഡ് ഹാവ് സം പെർട്ടിക്കുലർ പേഴ്സൺ ഇൻ യുവർ ലൈഫ് who can really guide you and motivate you when you are down. അത് ആര് വേണമെങ്കിലും ആവാം, പാരൻസ് ആവാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ആര് വേണമെങ്കിലും ആയിരിക്കാം. പക്ഷെ അങ്ങനത്തെ ഒരാളുടെ ഹെൽപ്പ് നമുക്ക് ഒത്തിരി നമ്മുടെ ആ ഒരു പ്രഷറിനെ ഡൗൺ ചെയ്യാൻ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതല്ലാതെ ഇതെല്ലാം എന്നിലേക്ക് ഇങ്ങനെ ഒതുക്കി നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു ഗുഡ് വേയിൽ അവസാനിക്കില്ല. കാരണം നമുക്ക് എല്ലാം പ്രഷറും കൂടെ ഹോൾഡ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുമ്പോൾ അത് ഒത്തിരി ടഫായിരിക്കും. സോ എപ്പോഴും യു ഷുഡ് ഹാവ് ദാറ്റ് വൺ പേഴ്സൺ വിത്ത് യു to whom you can share everything and make sure that ഈ പറയുന്ന ആരാണോ നിങ്ങളുടെ ഈ ഒരു ഫേവറേറ്റ് പേഴ്സൺ അവർ നിങ്ങളുടെ വെൽവിഷർ ആയിരിക്കാം. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസിൽ നമ്മുടെ ചീത്ത ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട് മാറി ലാസ്റ്റ് നമുക്ക് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്ന പല സിറ്റുവേഷൻസും നമുക്ക് മുന്നോട്ട് നമ്മുടെ സൊസൈറ്റി തന്നെ കാണാം. സോ സെലക്ട് യുവർ ഫ്രണ്ട്സ് വൈസ്ലി. സോ വിത്ത് ദിസ് കോൺവെർസേഷൻ ഐ എം എൻഡിങ് ദിസ് വീഡിയോ. നെവർ ഫീൽ അലോൺ ഇൻ ദിസ് വേൾഡ്. ഒത്തിരി ആൾക്കാരുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഒരാൾ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞെന്നോ ഇല്ലെങ്കിൽ ഒരാൾ നമ്മളെ പുട്ട് ഡൗൺ ചെയ്തെന്നും പറഞ്ഞിട്ട് നമ്മുടെ ലൈഫ് അവസാനിപ്പിക്കാനോ ഇല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകാനോ ഒന്നും ആവരുത്. യു ഹാവ് ടു എക്സ്പ്ലോർ ദിസ് വേൾഡ്. ഇഫ് യു ആർ റെഡി ടു എക്സ്പ്ലോർ ദിസ് വേൾഡ്, definitely this world will give you all possible experiences which can both be happy and sad, but don't rely on the sad part. Stick on to the positive end. Be confident about yourself. Make sure that you make your parents proud. Make your country proud. I hope this video helps you a lot. If you like this video, please like, share and subscribe. And till the next video, bye bye. See you. Thank you.